മക്കളെ കൊണ്ട് വിഷമിക്കുന്ന നിരവധി പേരുണ്ട്. മക്കള് കള്ളുകുടിയാണ്, അതുപോലെ കഞ്ചാവ്, അതുപോലെ തന്നെ പ്രണയത്തിന്റെ കുരുക്കിൽ പെട്ടുപോയി, അല്ലെങ്കിൽ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. അങ്ങനെ മക്കളുമായി ബന്ധപ്പെട്ട് വിഷമത്തിലായ ഒരുപാട് മാതാപിതാക്കളുണ്ട്. അതുപോലെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. വിവാഹം പ്രായം കഴിഞ്ഞിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. രോഗങ്ങളാണ്, പ്രത്യേകിച്ച് വെള്ളപ്പാണ്ട് പോലെ, കുഷ്ഠരോഗം പോലെ, കുഷ്ഠരോഗം അല്ലെങ്കിൽ അതുപോലെ തന്നെ മാറാവ്യാധി, മറ്റുള്ളവർ വെറുക്കുന്ന അറക്കുന്ന തരത്തിലുള്ള ഒരു അസുഖങ്ങൾ, അതുപോലെ തന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ട്, കടമാണ്, അത് പ്രശ്നമാണ്, കച്ചവടമില്ല, അതുപോലെ ഭർത്താവ്, മക്കൾ, ഭാര്യ, അവരുടെയൊക്കെ ദുസ്വഭാവം ഒന്ന് മാറി എല്ലാവിധ സന്തോഷവും കുടുംബജീവിതത്തിൽ ഉണ്ടാവാൻ, അതുപോലെ തന്നെ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നില്ല, പ്രയാസമാണ്, അങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നടക്കില്ലെന്ന് നമ്മൾ വിചാരിച്ച ഒരുപാട് കാര്യങ്ങൾ അത് വേഗത്തിൽ നടന്നു കിട്ടാൻ, ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ഒക്കെ, അതായത് ജീവിതത്തിലെ അഖില നിഖില പ്രയാസ പ്രശ്ന സങ്കട ദുരിതങ്ങൾ രോഗങ്ങളൊക്കെ മാറി ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാവാൻ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം 101 തവണ, തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം 101 പ്രാവശ്യം അള്ളാഹുവിന്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഇസ്മാകുന്ന വളർമ നൽകുന്നവനെ, മഹിമയുള്ളവനെ എന്നർത്ഥം വരുന്ന യാ മജീദു യാ അല്ലാ എന്ന ഇസ്മു 101 വട്ടം ഒരു മനുഷ്യൻ പറഞ്ഞ്, അതോടൊപ്പം തന്നെ 101 വട്ടം വിശാലമാക്കുന്നവനെ എന്നർത്ഥമുള്ള യാ ബാസിത്തു യാ അല്ലാ എന്ന ഇസ്മും, അതോടൊപ്പം തന്നെ 101 പ്രാവശ്യം കരുണയുള്ളവനെ യാ അർഹമർ റഹീമീൻ എന്ന ഇസ്മും. അപ്പോ 3 ഇസ്മുകൾ, അള്ളാഹുവിന്റെ 3 പേരുകൾ. ഈ 3 പേര് ഏത് സമയത്താണ് പറയേണ്ടത്? തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ മുടങ്ങാതെ അവൻ പറയുകയാണെങ്കിൽ, എന്നിട്ട് നല്ലവണ്ണം ദുആ ചെയ്താൽ നമ്മളിപ്പോൾ പറഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ അതൊക്കെ മാറി ജീവിതം നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് നന്മകൾ അല്ലാഹു തആല നമുക്ക് തരുമെന്ന് മഹത്തുക്കളായ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്.